ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഈ കുട്ടിയുടെ പാരന്റ്സിനെ ഉടൻ വിവരം അറിയിക്കണം. ഒരു കാര്യം ചെയ്യേ, ഒരു 10 മിനിറ്റ് കഴിയുമ്പോ എന്റെ ക്യാബിനിലേക്ക് വരൂ. ചില കാര്യങ്ങൾ പറയാനുണ്ട്. ശരി ഡോക്ടർ. ഞാൻ മരിക്കുന്നത് സത്യമാ. ഡോക്ടർ സന്ധ്യ സച്ചിനോട് എല്ലാം പറഞ്ഞില്ലേ? എനിക്കിതൊരു പാലിയേറ്റീവ് ലൈഫ് മാത്രമാണ്. സത്യാണ് സച്ചേട്ടാ. മരണത്തിലേക്കുള്ള എന്റെ യാത്രയിലെ ഇടവേള സച്ചേട്ടനകത്തുള്ള ഈ കുറച്ച് സമയം ഈ നിമിഷം ഞാൻ എൻജോയ് ചെയ്യുന്നു. ഒരിക്കൽ എന്നെ ഒരുപാട് സ്നേഹിച്ചെന്ന് ഒരാളുടെ തൊട്ടടുത്ത് ഇങ്ങനെ നിൽക്കുമ്പോ അല്പം റൊമാൻസ് ഒക്കെ എനിക്കും തോന്നുന്നുണ്ട്. എങ്ങനെയാ ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ പറ്റുന്നത്? അല്ലാതെ ഞാൻ നെഞ്ചത്തടിച്ച് നിലവിളിച്ചിട്ട് എന്താ കാര്യം? മരണം ഒരു ദിവസം എല്ലാവർക്കും സംഭവിക്കും. അവിടെ ഒരു ഒളിച്ചു കളിയും നടക്കില്ല. പക്ഷെ സന്തോഷത്തോടെ എനിക്ക് ചെയ്തു തരേണ്ട ഒരു കാര്യമുണ്ട്. സച്ചേട്ടനോടല്ലാതെ എനിക്ക് ഈ ഭൂമിയില് മറ്റാരോടും അത് പറയാൻ പറ്റില്ല. ഞാൻ എന്താ ലച്ചു നിനക്ക് വേണ്ടി ചെയ്തു തരേണ്ടത്? സച്ചേട്ടന്റെ നാവിൽ നിന്ന് ഞാനൊരു രോഗിയാണെന്ന് ഈ ലോകത്ത് മറ്റൊരാൾ പോലും അറിയരുത്. അർച്ചന പോലും. ഞാൻ മരിക്കുന്നത് വരെ ഈ രഹസ്യം സച്ചേട്ടന്റെ ഉള്ളിൽ തന്നെ ഇരിക്കണം. പിന്നെ ഒന്നുകൂടിയുണ്ട്. എന്റെ ഗോവിന്ദ്. ഗോവിന്ദിന്റെ നമ്പർ ഞാൻ സച്ചേട്ടന് തരാം. ഞാൻ മരിച്ചു കഴിഞ്ഞാൽ മാത്രമേ ഗോവിന്ദിനെ വിവരറിയിക്കാൻ പാടുള്ളൂ. അപ്പോ എന്നോടുള്ള വെറുപ്പ് ഗോവിന്ദിന്റെ മനസ്സിൽ കുറച്ചുകൂടി കൂടും. എന്നെ ഗോവിന്ദ് സന്തോഷത്തോടെ ജീവിച്ചോളും. ഇതൊന്നും ഒരിക്കലും മറ്റാരും അറിയില്ലെന്ന് എനിക്ക് വാക്കതാ സച്ചേട്ടാ. അയ്യോ എന്താ ലച്ചു ആ മെഡിസിൻ തന്നെ തൽക്കാലം കണ്ടിന്യൂ ചെയ്താൽ മതി. ട്രിപ്പ് തീരുന്നൊന്ന് ഒന്ന് ചെക്ക് ചെയ്യണം. ഓക്കെ. ഇപ്പൊ ഇവരുടെ റിസൾട്ട് റെഡിയായി കാണും.
ലാബിൽ പോയി അധികം വാങ്ങിച്ചോണ്ട് വരും. ശരി ഡോക്ടർ. ഈ കുട്ടിയെ നിങ്ങൾക്ക് എങ്ങനെ അറിയാം? ആ എന്റെ ഫ്രണ്ടാ, ഇവിടെ വെച്ചാ കണ്ടത്. ഓ അത് ശരി. കഴിഞ്ഞ കുറച്ചു നാളായി ഈ കുട്ടി എന്റെ പേഷ്യന്റാ. ഡോക്ടർ, ഇപ്പോഴത്തെ കണ്ടീഷൻ? ടെൻഷൻ അടിക്കണ്ട, കുറച്ച് കഴിയുമ്പോ ഉണർന്നോളും. ഇങ്ങനെ മയങ്ങി വീഴുന്നത് ഈ അസുഖത്തിന്റെ ഒരു സിംറ്റമാണ്. ഇവിടെ വെച്ച് തന്നെ 1-2 തവണ ഇങ്ങനെ വന്നിട്ടുണ്ട്. ഈ കുട്ടിയുടെ അസുഖത്തിന്റെ വിവരങ്ങളൊക്കെ നിങ്ങൾക്കറിയോ? കുറച്ചൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഈ കുട്ടിയുടെ ഫാമിലി? ഹസ്ബൻഡിനൊപ്പം ഇവർ US-ലായിരുന്നു. പക്ഷേ ഇപ്പോ സെപ്പറേറ്റ് ആണെന്ന് എന്നോട് പറഞ്ഞത്. നിങ്ങൾക്ക് നാട്ടിലുള്ള ഇവരുടെ ഫാമിലി മെമ്പേഴ്സിനെ അറിയോ? ആ കുറച്ചൊക്കെ അറിയാം. എന്താ ഡോക്ടർ? തൽക്കാലം കുഴപ്പമില്ലാന്നേ ഉള്ളൂ. പക്ഷേ ദിവസം കഴിയുന്തോറും സ്ഥിതി വഷളാവുകയാണ്. ഈ കുട്ടിയുടെ പേരൻസിനെ ഉടൻ വിവരം അറിയിക്കണം. ഒരു കാര്യം ചെയ്യ്, ഒരു 10 മിനിറ്റ് കഴിയുമ്പോ എന്റെ ക്യാബിനിലേക്ക് വരൂ. ചില കാര്യങ്ങൾ പറയാനുണ്ട്. ആ ശരി ഡോക്ടർ. അയ്യോ